ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞാപ്പീസ് ഒന്നും എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ അവർ ഉറങ്ങട്ടെ, നമുക്ക് വേറെ പാലൊക്കെ കാച്ചി വെക്കണം. ഇപ്പം എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പം നമുക്ക് ചായ കുടിക്കാം. ചായയൊക്കെ അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു, ചൂടോടെ. എനിക്ക് നല്ല ചൂടോട് വേണം ചായ, തണുത്ത ചായ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കൊഴുക്കട്ടയാണ്. നമുക്ക് കൊഴുക്കട്ട കഴിക്കാം. നിങ്ങൾക്കൊക്കെ കൊഴുക്കട്ട ഇഷ്ടമാണോ ഗായ്സ്? എനിക്കും പണ്ട് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ന് അമ്മയും അച്ഛനും എല്ലാവരും കല്യാണം വിളിക്കാൻ പോവുകയാണ്. കല്യാണം വിളിയൊക്കെ തുടങ്ങി. അപ്പോൾ രണ്ടുപേരും എണീറ്റിട്ടുണ്ട്. അപ്പം കാത്തൂൻ്റെ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട് രണ്ടുപേരും. അപ്പം ജയക്കുഞ്ഞമ്മയും വന്നിട്ടുണ്ട്. ജയക്കുഞ്ഞമ്മയും പോകുന്നുണ്ട് അമ്മയുടെ കൂടെ കല്യാണം വിളിക്കാനായിട്ട്. പിന്നെ ഇവർക്ക് കുറച്ച് പാത്രങ്ങളും ഒക്കെ മാറാനുണ്ട്. അതാണ് ആ ചാക്കിലിരിക്കുന്നത്. മാന്നാത്ത് പോയി അമ്മയൊക്കെ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചാക്ക്. ഇതിലെല്ലാം പഴയ പാത്രങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് പെതുക്കെ രണ്ടുപേരും നൈസായിട്ട് മുറിയിലോട്ട് അങ്ങ് കയറ്റും, അല്ലേ പിന്നെ അമ്മയൊക്കെ പോകുമ്പോൾ കരയാൻ തുടങ്ങും. അപ്പം അമ്മയൊക്കെ പോയി രണ്ടുപേരും മുറിയിൽ നിന്നൊക്കെ ഇറങ്ങി കാർട്ടൂണിൻ്റെ ഫ്രണ്ടിലാണ് വീണ്ടും. അപ്പോൾ ഞാൻ മുറ്റത്ത് കുറച്ച് മാങ്ങയൊക്കെ വീണ് കിടപ്പുണ്ട്, അതൊക്കെ പറക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് നിറച്ചും മാങ്ങയായിരുന്നു ഈ മാവേല, പക്ഷേ ഇപ്പം എല്ലാം തീർന്നു. ഇപ്പം ലാസ്റ്റ് കുറച്ച് മാങ്ങകളുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ മാങ്ങയ്ക്ക് തീരാറായതുകൊണ്ടായിരിക്കും നല്ല മധുരമാണ് ഇപ്പം മാങ്ങയ്ക്ക്. കുറേ തവണ നമ്മൾ വീട്ടിൽ പഴുത്തമാങ്ങ കറിയും പിന്നെ പഴുത്തമാങ്ങ കൊണ്ട് ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എൻ്റെ പഴയ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഈ ചാനലിലായിരിക്കും ഇടുന്നത്. പഴയ ചാനലിന് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് അത് ഇപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിലായിരിക്കും എൻ്റെ വീഡിയോസ് എല്ലാം ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് കണ്ണൻ്റെ കല്യാണക്കുറിയ്. എല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. രണ്ടുപേരെയും കണ്ണിപ്പെട്ടിട്ടില്ല. കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ശരിയാക്കും. അതുകൊണ്ട് ഇങ്ങനെയും നമുക്ക് അടച്ചങ്ങ് വെച്ചേക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഇനി ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ കിടക്കാം. എല്ലാം താഴെ ഫുൾ കളിപ്പാട്ടങ്ങളെല്ലാം വാരി വിതറിയേക്കുവാണ് രണ്ടുപേരും. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇന്ന് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയും അച്ഛനും ഒക്കെ കല്യാണം വിളിക്കാനും പിന്നെ മറ്റിപ്പോൾ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയേക്കുവാണ്. രണ്ടുപേർക്കും കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ഇരിക്കും. പിന്നെ പരസ്യമാകുമ്പോൾ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് കരയും. അപ്പോൾ ഞാൻ ചെന്ന് പരസ്യം മാറ്റി കൊടുക്കും. അപ്പോൾ പിന്നെയും കാർട്ടൂൺ കാണും. കാർട്ടൂണൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് വേണം നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ കുറച്ച് ജോലികളൊക്കെ ഒന്ന് തീർക്കാൻ. ഇന്ന് ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമാണ്, നല്ലതായിട്ട് പഴുത്തതാണ്. മാങ്ങയൊക്കെ സത്യം പറഞ്ഞാൽ കുറഞ്ഞു തുടങ്ങി. കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ട്, അത് നമുക്ക് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ട് നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങാം. ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയേ. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ ഇതിലിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാരം ഉണ്ടായിരുന്നു. ഇന്നലെ ഇത് ക്ലോസ് ചെയ്യാൻ അടച്ചു വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഫുൾ ചാരവും നല്ല പരുവത്തി കുഴഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ കിടക്കാം. അപ്പം അതിന് ശേഷം വേണം എനിക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ. പിന്നെ എനിക്ക് കുളിക്കണം.
അപ്പം നമ്മുടെ വിഷ്ണുക്കുട്ടൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആര് തൂക്കുന്ന കണ്ടാലും അപ്പം അവനും ചൂലും കൊണ്ട് ഇറങ്ങും. നമ്മൾ തൂത്ത് കൂട്ടി വെച്ചേക്കുന്ന എല്ലാം അവൻ റെഡിയാക്കി തരും. പിന്നെ വസുവിൻ്റെ ഇപ്പോഴത്തെ ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം. ജനലേ കയറി നിന്ന് അവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അവന് കയറാനറിയാം, പക്ഷേ ഇറങ്ങാൻ അറിയത്തില്ല. പിന്നെ നമ്മൾ എന്ന് വേണം ഇറക്കാൻ. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിനി ഇവരെ കുളിപ്പിക്കാം. രണ്ടുപേർക്കും ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം രണ്ടുപേരും ഉറങ്ങും. അപ്പം നമുക്ക് കുളിപ്പിക്കാം. വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതും ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. കുളിപ്പിച്ചതിന് ശേഷം നമുക്കിനി കാണാം. അങ്ങനെ വസുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും കുളിപ്പിക്കുന്നതൊക്കെ നല്ലൊരു ടാസ്ക്കാണ്. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മളൊന്ന് കുളിക്കും. പിന്നെ കട്ടിലിൻ്റെ പുറകിലായിട്ട് ഒരു മെത്ത ഇട്ടേക്കുന്ന കണ്ടോ, അത് രണ്ടുപേർക്കും കളിക്കാനായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അതേലാണ് രണ്ടുപേരും ഫുൾ ടൈം അതേ കിടന്ന് കളിയാണ്, കുത്തിമറിച്ചിലാണ്. അത് അവർക്ക് കളിക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു മെത്തയാണ്. നമ്മുടെ വിഷ്ണുക്കുട്ടൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിഷ്ണുക്കുട്ടനെയും കൂടെ റെഡിയാക്കിയെടുക്കാം.
ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വസു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പം വിഷ്ണു ആകെ ബോറടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ വിഷ്ണുവിന് കളിക്കാനായിട്ട് ഒരു കൂട്ടുകാരിയും കൂടെ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും പിന്നെ കുറേ നേരത്തേക്ക് ബോൾ എറിഞ്ഞ് കളിയൊക്കെ ആയിരുന്നു. പിന്നെ പോകാൻ നേരത്തെ വിഷ്ണുവിന് ആകെ വിഷമമായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക. അപ്പം ബൈ ഗായ്സ്.